ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ. വലിയ മണൽക്കുന്നുകളും തീ പോലെ ചൂടുള്ള കാറ്റും മരണമൊഴുകുന്ന വരണ്ട നിലങ്ങളും. മനുഷ്യജീവൻ ഒരിക്കലും അധികകാലം ആ മരുഭൂമിയിൽ അതിജീവിക്കുകയില്ല. പക്ഷേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ മരുഭൂമിയേക്ക് ഒരിക്കൽ വലിയ തടാകങ്ങളും ഒഴുകുന്ന നദികളും നിറഞ്ഞ വനങ്ങളുണ്ടായിരുന്നു എന്ന്. അവിടെ ആനകൾ, ജിറാഫുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, മനുഷ്യർ, വലിയ ഗ്രാമങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അത് വെറും 10,000 വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും പച്ചപ്പ് നിറഞ്ഞ ഭൂമിയായിരുന്ന സഹാറ എങ്ങനെ ഒരു മരുഭൂമിയായി മാറി? ഭാവിയിൽ ഇതിൻ്റെ പച്ചപ്പ് തിരിച്ചു വരുമോ? എന്തായിരിക്കും ഇതിന് പിന്നിൽ? സോ ഇന്ന് ക്രേസിപ്പിടി നിങ്ങളെ കൊണ്ടുപോകുന്നത് ജൈവ വൈവിധ്യമായ സഹാറ ഒരു മരുഭൂമിയായതിൻ്റെ കഥയുമാണ്. നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഭ്രമണത്തിലെ ചെറിയ മാറ്റങ്ങൾ വലിയ ചരിത്രം മാറ്റിമറിച്ചു. മിലാനിക്കോവിച്ച് സൈക്കിൾസ് കാരണം മൺസൂൺ മഴകൾ വടക്കോട്ട് നീങ്ങി. ഇതിൻ്റെ ഫലം കാരണം ഇന്നത്തെ വരണ്ട സഹാറ മഴ കൊണ്ട് നിറഞ്ഞു. വരണ്ട മണൽക്കടലുകൾ മാറി പച്ചപ്പുള്ള പുല്ലുകൾ വന്നു. വനങ്ങളും തടാകങ്ങളും നിറഞ്ഞ ഒരു വലിയ പ്രദേശമായി മാറിയത്. സഹാറ ഒരിക്കൽ തടാകങ്ങളുടെ നാടായിരുന്നു. മെഗാ ലേക്ക് ചാഡ് എന്നത് അവിടുത്തെ ഒരു തടാകമായിരുന്നു. ഇന്നത്തെ ഫ്രാൻസിൻ്റെ 2 ഇരട്ടിയോളം വലിപ്പമുണ്ടായിരുന്നു അതിന്. ചുറ്റും വെള്ളം, മീനുകൾ, ജീവന്റെ ഉറവിടം. ഇതെല്ലാം ഇന്നത്തെ വരണ്ട മണലിനടിയിൽ. ഈ തടാകങ്ങളുടെ കരകൾ ഫോസിലായി നമുക്ക് ഇപ്പോഴും കാണാം. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നമ്മളോട് പറയുന്നു സഹാറയിൽ വലിയ നദികൾ ഒഴുകിയിട്ടുണ്ട് എന്ന്. അവയിൽ ചിലത് നേരിട്ട് നൈൽ നദിയുമായി ബന്ധപ്പെട്ടു. മണലിനടിയിൽ മറിഞ്ഞിരിക്കുന്ന ഈ ഫോസിലൈസ്ഡ് റിവേഴ്സ് ഇന്നത്തെ വരണ്ട മരുഭൂമിയിൽ ജീവൻ ഒരിക്കൽ പൂർണ്ണമായി നിറഞ്ഞെന്നതിന് തെളിവാണ്. ഗുഹാചിത്രങ്ങളും ഗവേഷണങ്ങളും തെളിയിക്കുന്നത് സഹാറ ഒരിക്കൽ ജീവജാലങ്ങളുടെ സാമ്രാജ്യമായിരുന്നു എന്നാണ്. ആനകളും ജിറാഫുകളും സിംഹങ്ങളും ഹിപ്പോപ്പൊട്ടാമസുകളും വരെ ഇവിടെ സഞ്ചരിച്ചു. തീർത്തും മൃഗങ്ങൾക്ക് ഒരു സ്വർഗം തന്നെയായിരുന്നു അത്. പക്ഷേ ഇന്നത് മരുഭൂമിയുടെ ഹൃദയത്തിൽ. മനുഷ്യർ ഇവിടെ വളർന്നു. മത്സ്യബന്ധനം, കൃഷി, കന്നുകാലി വളർത്തൽ എല്ലാം സഹാറയിലായിരുന്നു. പുരാവസ്തു തെളിവുകൾ പറയുന്നു സഹാറ മനുഷ്യരുടെ കുടിയേറ്റത്തിന് ഒരു പാലമായിരുന്നു എന്ന്. ആഫ്രിക്കയിൽ നിന്നുള്ളവർ സഹാറ വഴിയാണ് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പടർന്നത്. അൾജീരിയയിലെ ടാസിൽ അജറിൽ 6000-ലധികം ഗുഹാചിത്രങ്ങളുണ്ട്. മനുഷ്യർ നീന്തുന്നത്, മീൻ പിടിക്കുന്നത്, കന്നുകാലികളെ വളർത്തുന്നത് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നു. ഇവയെല്ലാം ഇന്നത്തെ മരുഭൂമിയിൽ തീർത്തും അസാധ്യമായിട്ടുള്ള കാഴ്ചകൾ. അതായത് പച്ച സഹാറയുടെ ലൈവ് ഫോട്ടോ തന്നെയാണ് ഈ ഗുഹാചിത്രങ്ങൾ. പക്ഷേ ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം മാറി. ഭൂമിയുടെ ഭ്രമണം വീണ്ടും മാറി, മഴ പിന്മാറി. വെറും 200 മുതൽ 300 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പച്ച സഹാറ മണലിൻ്റെ സമുദ്രമായി മാറി. തടാകങ്ങൾ ഉണങ്ങി, നദികൾ നഷ്ടപ്പെട്ടു, വനങ്ങൾ പൊഴിഞ്ഞു. മനുഷ്യർ ഇവിടെ നിന്ന് കുടിയേറി. അതിൽ വലിയൊരു വിഭാഗം നൈൽ നദീതടത്തിലേക്ക് പോയി. ചരിത്രകാരന്മാർ പറയുന്നു ഈ കുടിയേറ്റം തന്നെയാണ് ആൻഷ്യന്റ് ഈജിപ്തിൻ്റെ ജനനത്തിന് കാരണമായത്. അതിനാൽ സഹാറയുടെ മരണം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ജനനമായിരുന്നു. ഇന്ന് സാറ്റലൈറ്റ് ഇമേജറി, ലിഡാർ ടെക്നോളജി എന്നിവ ഉപയോഗിച്ച് സഹാറയുടെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. മണലിനടിയിൽ ഫോസിലൈസ്ഡ് റിവേഴ്സ്, പുരാതന തടാകങ്ങളുടെ കരകൾ, ഗ്രാമങ്ങളുടെ അവശിഷ്ടങ്ങൾ വരെ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തലുകൾ നമ്മുടെ ചരിത്രം വീണ്ടും എഴുതും. ശാസ്ത്രജ്ഞർ പറയുന്നു 10,000 വർഷങ്ങൾക്കുള്ളിൽ ഭൂമി ഭ്രമണത്തിൽ നിന്നും വീണ്ടും മാറ്റം സംഭവിക്കും. അപ്പോൾ സഹാറ വീണ്ടും മഴ കൊണ്ട് നിറയും. വീണ്ടും തടാകങ്ങളും നദികളും വനങ്ങളും ജീവജാലങ്ങളും ഉണ്ടാകും. സഹാറയുടെ കഥ നമ്മളോട് പറയുന്ന ഒന്നുണ്ട്: പ്രകൃതിയിൽ ഒന്നും തന്നെ സ്ഥിരമല്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.